എൻ്റെ പേര് അക്രം. ഞാൻ വിതിരയിലാണ് താമസിക്കുന്നത്. ഞാൻ പുള്ളിക്കുത്താണ് ഗൈഡ് ചെയ്യുന്നത്. ഇവരുടെ പേര് ഒഫീഷ്യലി വെച്ചേക്കുന്നത് ഹിമ്മത്ത് എന്നാണ്. നമ്മൾ വീട്ടിൽ ചില പേര് വിളിക്കുന്ന ഹാപ്പി എന്നാണ്. ഇവന് ഞാൻ 15 മാസമുള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. 2.5 വയസ്സാവേ ഉള്ളൂ. ഇത് ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവൻ്റെ ഫാദർ വന്ന് കിങ് ഷേറു ആണ്. ഇവൻ്റെ അമ്മ കിങ് മലങ്കേട മോളാണ്. ബോത്ത് സൈഡ് കിങ്ങും നല്ല സ്ട്രോങ് ബ്ലഡ് ലൈനുമാണ്. അതുപോലെ ഇവന് 34 ഇഞ്ച് ഹൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. പക്ഷേ എടുത്ത് വളർത്തി തുടങ്ങിയപ്പോൾ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ ഏത് ഇതിലും അതിജീവിക്കും. അതായത് നോർമലി നമ്മൾ എന്ത് ചെയ്തിരുന്നാലും അത് നമുക്കിപ്പം വേറെ ഫോറിൻ ബ്രീഡ്സ് നമുക്കിപ്പം എന്തു പറയുക ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇവൻ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ആൾക്കാർ പറയും പോലെ അഗ്രഷനൊന്നുമല്ല. ഭയങ്കര ഫാമിലി ഡോഗാണ്. അതുപോലെ ഹണ്ടിങ്ങിന് വൺ ഓഫ് ദ ബെസ്റ്റാണ്. ഗാർഡിങ്ങിനും അത് അവർക്ക് നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, മിണ്ടാണ്ട് നിന്നാൽ അവനൊരു കുഴപ്പമില്ല. നമ്മുടെ പോക്കറ്റെന്നോ മറ്റുള്ള സാധനങ്ങൾ എടുത്താൽ വിചാരിക്കുന്നത് നമ്മൾ അറ്റാക്ക് ചെയ്യാനാണ്. അപ്പോഴിവ അഗ്രഷനാവും. അതായത് നമ്മൾ പ്രൊട്ടക്ഷൻ, അതാണല്ലോ ഗാർഡിങ് പ്രൊട്ടക്ഷൻ എല്ലാം കൂടെ ഉള്ള ഒരു. പിന്നെ ഫൈറ്റിംഗ് ബ്രീഡാണ്. പിന്നെ ഇവൻ വന്ന അസീൽ ടൈപ്പാണ്. ഇവ അതിലും ഡോഗുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അവരുടെ ബോഡി സ്ട്രക്ചർ പോലെ അല്ല. ഒരുപാട് വണ്ണം വയ്ക്കത്തില്ല, ഭയങ്കര ഫ്ലെക്സിബിളായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഉയരന്നൊക്കെ ചാടിക്കളയും. നമ്മുടെ സൗണ്ട് എത്ര താഴ്ത്തി നമ്മൾ സംസാരിച്ചാലും നമ്മൾ വന്നെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ വേണ്ടി വരുന്നൊരു ബ്രീഡാണ്. അതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത. 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ 3ൻ്റെ അന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവനെ നോക്കാൻ വന്നില്ലെങ്കിൽ ഇവ ചാടി എന്നെ തേടി വരും. ഈ ചങ്ങലയെ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഇത് ഇട്ടയക്കുന്നത്. അത് ഹെവിയാണ്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ചെയിൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചേട്ടൻ തന്നെ വന്നു, എത്ര പ്രാവശ്യം ചാടി നിന്നു. വേറെ ചങ്ങലയൊക്കെ ആണെങ്കിൽ ആ സ്പോട്ടിൽ ഇവരെ ഹൈപ്പർ എഞ്ചിനാണ്. കുഞ്ഞിലെ നമ്മൾ കെയർ ചെയ്യും പോലെ ഇരിക്കും ഇവരെ ഗ്രോത്തും. സ്റ്റേജ് ബൈ ഗ്രോത്താണ് ഇവർക്ക്. അപ്പോൾ സ്റ്റേജ് ബൈ നമ്മളും ഈ മൾട്ടി വൈറ്റമിൻസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നോർമൽ ഫുഡിൽ 2 നേരം ഫുഡ് കൊടുത്താൽ ഇവർ മാറിക്കയറി വരും. ഞാനൊക്കെ മറ്റുള്ള ബ്രീഡേഴ്സ് പറയും പോലെ റോയൽ കനൻ അത് ഇത് ചപ്പ് ചവറെന്നൊന്നും ഞാൻ പറയില്ലേ. ഞാൻ നോർമലി മുട്ട അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ പോത്തിറച്ചി ഇങ്ങനെയുള്ള സംഭവങ്ങൾ സിമ്പിളി. അല്ലാതെ ഞാനത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു. പിന്നെ ഇതിന് എന്തെങ്കിലും വൈറ്റമിൻസിനോ കാൽഷ്യത്തിനോ കുറവ് വരുമ്പം അത് നമ്മുടെ മെഡിസിൻ കൊണ്ട്, അതായത് നമ്മളിപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെയ്യണമെന്നല്ല. അത് നോർമലി പെറ്റ്സിൻ്റെ സാധനങ്ങളുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഡോഗാണ് ഇത്. ഇന്ത്യൻസ് ഡെവലപ്പ് ചെയ്തില്ല, പക്ഷേ പാകിസ്ഥാനികൾ ഇതിന് ഡെവലപ്പ് ചെയ്തു ഫൈറ്റിന് വേണ്ടി. അവരെ ക്രൈസാണ്. ഇന്ത്യയിലിപ്പോൾ ബാനല്ലേ, അവർക്ക് ബാനല്ല, അവർക്കിതൊരു ക്രൈസാണ്. പിന്നെ പന്നി അടിക്കാൻ വിടും. നിങ്ങൾ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ കണ്ടു കാണും, പന്നി അഴിച്ചു വിട്ടിട്ട് ബുള്ളീസിനെ അഴിച്ചു വിടുന്നത്. അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ എന്തു പറയാം, എനിക്ക് പറയാൻ ഇതിനെക്കുറിച്ച് വാക്കുകളില്ല. അങ്ങനെയുള്ളൊരു ബ്രീഡാണ്. നമ്മളിപ്പോൾ ഒരു ഡോഗ് വാങ്ങിക്കുമ്പോൾ ഒന്നുകിൽ ഗാർഡിങ് പർപ്പസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫൈറ്റിംഗ് പർപ്പസ് ആയിരിക്കും. ഇപ്പോൾ പെറ്റ് ബുള്ളി തന്നെ കണ്ടില്ലേ, അത് ഫൈറ്റിംഗ് ആണ്. പക്ഷേ ഇവരൊന്നും അങ്ങനെ അല്ല. അതും നല്ല ബ്ലഡ് ലൈനിൽ വേണം. അതായത് നമ്മളിപ്പോൾ തറവാടി എന്നൊക്കെ പറയും പോലെ നല്ല തറവാടി ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉണ്ടാക്കിയ ആ ഒരു എന്ത് പർപ്പസിനാണോ അവർ പാകിസ്ഥാനികൾ ഉണ്ടാക്കിയത് ആ പർപ്പസിൽ ഡോഗ് നിൽക്കത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളർത്തിയുള്ള ശീലത്തിൽ 31 അല്ല, ഇത് 34 ആണ്. ഇത് ടോളസ്റ്റ് മീനാണത്. അതിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, ഡീപ്പ് ചെസ്റ്റ്, ഒരു പ്രത്യേക. അതായത് നമ്മൾ ഈ ആനച്ചന്തമൊക്കെ നോക്കിയെടുക്കൂലേ, ലക്ഷണങ്ങൾ
അങ്ങനെ ലക്ഷണങ്ങളും നല്ല ബ്ലഡ് ലൈൻ, നല്ല നസലിൽ നോക്കിയെടുത്താൽ മാത്രമേ നല്ല ബുള്ളിക്കുത്താസിനെ കൊണ്ട് ഗുണമുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു ഫീമെയിലേ ഉള്ളൂ. അതുപോലെ ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ബ്രീഡ് ചെയ്യാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവർ അത്രയ്ക്ക് നല്ലൊരു ബ്രീഡാണ്. അത് നമ്മൾ ചുമ്മാ എടുത്തിട്ട് ബ്രീഡ് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലൈഫ് ടൈം കൂടുതലാണ്. ഇവർ 16 വയസ്സ് വരെയൊക്കെ നോർമലി ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മളെ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 16 വയസ്സ് വരെ ഇതാണ് ലൈഫ് സ്പാൻ ഉള്ളവരാണ്. അപ്പോൾ നമ്മളതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഫീമെയിലിനെ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുപോലെ വർഷത്തിലൊരിക്കൽ ബ്രീഡ് ചെയ്യും. 13 മാസം 14 മാസം ആകുമ്പോൾ സെക്കൻഡ് ഹിറ്റ് വരും. അതിന് മാത്രം ഞാൻ ബ്രീഡ് ചെയ്യും. എനിക്ക് ഇപ്രാവശ്യം 13 കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫീമെയിൽ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു ഇപ്രാവശ്യത്തിലിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കറക്റ്റ് 10 കുട്ടി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് 8 കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇവരെ എണ്ണം ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മിനിമം 10 ആണ്. കളേഴ്സ് പല കളേഴ്സിലും വരും. ഫോണ്, വൈറ്റ്, ബ്ലാക്ക്, ബ്രിൻഡിൽ എല്ലാം വരുന്നുണ്ട്. പക്ഷേ വൈറ്റ് വൈറ്റാണ്. ഇവർ ഭയങ്കര ഈ ബ്രീഡിനെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരിടത്ത് പോകാൻ വേണ്ടി ഡ്രസ്സ് മാറ്റി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ വന്ന് പിടിക്കണോണ്ടാണ് അവൻ ചേർന്ന് നിൽക്കണം. മറ്റത് ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ തുടയിൽ അവിടെ വരും, തല ഇങ്ങനെ വെക്കും, സലവൊന്നും ആക്കത്തില്ല. അപ്പോൾ ഞാൻ പറയും നീങ്ങി ഇതിലേക്കാൻ പറഞ്ഞാൽ അപ്പോഴും നീങ്ങി നിൽക്കുകയാണ്. അതായത് നമ്മളൊരു ട്രെയിനിങ് അല്ല ഇവർക്ക്, ഇവർ വർഗ്ഗഗുണമെന്ന് പറയും. ഈ പാകിസ്ഥാനികളൊക്കെ ഡ്രസ്സ് മാറ്റി പള്ളിയിൽ പോണ സമയത്ത് ഇവരൊന്ന് ഈ ഗുണം കാണിച്ചു കഴിഞ്ഞാൽ അവരാകെ തല്ലും. അപ്പോൾ അതനുസരിച്ച് ബാക്കി മനസ്സിലാകുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ പുറത്ത് പോകാനൊക്കെ ഡ്രസ്സ് ചെയ്ത് നിന്നാൽ നമ്മളിപ്പം മുകളിൽ കയറി പട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് മറ്റുള്ള ബ്രീഡാകുമ്പം സലൈവ കാണിക്കും, നക്കും. ഇവൻ നക്കയൊന്നുമില്ല ഇവർ, എൻ്റെ അനുഭവത്തിൽ. അവന് സ്നേഹം തോന്നിയാൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ട്വിസ്റ്റഡ് മൈൻഡ്. നിങ്ങളെ ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ആയതുകൊണ്ടാണ് ഇവ ഈ ക്യാരക്ടർ കാണിക്കണം. മറ്റേ സിമ്പിളി ഞാൻ മാത്രം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരും. ഇപ്പം ആദ്യം വരുമ്പോഴേ നമ്മൾ നീങ്ങി നിൽക്കാൻ പറഞ്ഞാൽ അപ്പോഴേ നീങ്ങി നിൽക്കുകയാണ്. ചാടിപ്പുറത്ത് കയറുകയോ ഇവ പിടിച്ചു വയ്ക്കണം. സത്യം പറഞ്ഞു ഇവ എന്നെക്കാളും നിന്ന എന്നെക്കാളും ഞാൻ ആറടി പൊക്കമുണ്ട്, എന്നെക്കാളും ഹൈറ്റിൽ നിൽക്കും. ഇവർ നമ്മളെ ഓണറായിട്ട് കണ്ട നമ്മളിങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കും. ഇവനെ അടിക്കണോ വേണ്ടേ, അടിക്കണോ വേണ്ടേ. അതുപോലെ മാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ മുമ്പ് വെച്ച് മാറ്റ് ചെയ്യാമോ, ഞാൻ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നാണ് മാറ്റ് ചെയ്യുന്നത്. എൻ്റെ മുമ്പ് അങ്ങനെയുള്ള ഹർക്കത്തൊന്നും ചെയ്യൂല. ഹർക്കത്തെന്ന് പറഞ്ഞാൽ കുണ്ടണിയൊന്നും ചെയ്യാറില്ല. അത്രയ്ക്ക് ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു ഡോഗാണ്. അതുപോലെ നമ്മളെങ്ങനെയാണോ നമ്മളെ മനസ്സ് പെട്ടെന്ന് ഇത് മനസ്സിലാക്കും. അതായത് നമ്മളെ ക്യാരക്ടർ. ഇപ്പം സാറൊരു പാവം മനുഷ്യനാണെങ്കിൽ ഡോഗും പാവമായിരിക്കും. സാറിന് എന്തെങ്കിലും ക്രിമിനൽ ആറ്റിറ്റ്യൂഡോ മെൻറ്റാലിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോഗും അതുപോലെ ആയിരിക്കും. അതുപോലെ നമ്മൾ പർപ്പസ്ഫുള്ളി ഇവരെ ഹ്യൂമൺ അഗ്രഷനിൽ കൊണ്ടുവന്ന ഇവർ ഹ്യൂമൺ അഗ്രഷൻ കാണിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മളിവരെ എങ്ങനെ തയ്യാറാക്കണമെന്ന്. പക്ഷെ അതിനു വേണ്ടി ഒരു ട്രെയിനറിൻ്റെ ആവശ്യം ഇതിനില്ല. ഇതൊക്കെയാണ് ഇവരെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സാർ പലയിടത്തും പോയി ഞാൻ പറയുന്നത് ബുള്ളിക്കുത്താസിനെ കാണണമെന്നാണ്, പലരെ ബ്രീഡിങ്ങും. ഞാനിപ്പോൾ എൻ്റെ ബ്രീഡിൽ ഒരു കുട്ടിയെടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഒരു കാൽക്കുലേഷനാണ്. ഒരു മെയിലായിരുന്നാലും ഫീമെയിലായിരുന്നാലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് കണ്ടെത്താനുള്ള മൈൻഡ് വേണം. അല്ലാതെ എല്ലാത്തിലും മാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ കിട്ടണമെന്നില്ല. ഇവനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ അടുത്ത് 10 കുട്ടി ഉണ്ടായിരുന്നു. ഈ 10ലും ഒരെണ്ണം പോലും വേസ്റ്റ് ഇല്ലായിരുന്നു. ഫീമെയിലിന് 31, മെയിലിന് 33. ഞാൻ കൊടുത്ത കസ്റ്റമേഴ്സ് എല്ലാം
ഹാപ്പി ആയിരുന്നു. അതെനിക്ക് എവിടെയും കോൺഫിഡൻസോടെ പറയാം. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാവരുടെ നമ്പേഴ്സും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരെ വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഫോട്ടോസും ഉണ്ട്. ഫോട്ടോസ് സ്റ്റേജ് ബൈ എനിക്ക് അയക്കുന്നുണ്ട്. കണ്ട കൂളായി. അവന് മനസ്സിലായി നിങ്ങൾ ഉപദ്രവകാരിയല്ല, എൻ്റെ സുഹൃത്തുക്കളാണ്. പിന്നെ അവൻ കിടന്ന് ഈ ബലം പിടിച്ചിട്ട് കാര്യമില്ലെന്ന് അവനറിയാം. ഇത് 90 ഡേയ്സ് പപ്പിയാണ്. ഇപ്പോഴേ നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. ഇത് ഫീമെയിൽ, ഇതിൻ്റെ മദർ. ഇതാണ് മദറും ഫാദറും. ഇത് പപ്പി, 3 months പപ്പിയാണ്. ഇതിൻ്റെ മദർ വന്ന് ഖാൻ ഖർച്ചാനല്ലായിരുന്നു. എൻ്റെ ഹെഡ് പൊസിഷനൊക്കെ കണ്ട 3 months പപ്പിയാണ്. ഇതിൻ്റെ മദർ ഡോറ. ഇത് ഖാൻ ഖർസാന ലൈനാണ്. ഞാനിത് മാത്രമേ വളർത്താറുള്ളൂ സാർ. ഡോഗ് വളർത്തുകയാണെങ്കിൽ ഇനി ബുള്ളി മാത്രം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരുപാട് ബ്രീഡ് വളർത്തിയിട്ടുണ്ട്. പക്ഷേ എന്നെ മനസ്സിലാക്കുന്നതും ഒരു ട്രെയിനിങ് പോലും ഞാൻ മറ്റേ സഞ്ജയ് സാറിൻ്റെ അടുത്ത്, അദ്ദേഹം 5 time ഗോൾഡ് മെഡലിസ്റ്റാണ്, ഞാൻ സർട്ടിഫൈഡാണ്, ഞാൻ ട്രെയിനറാണ്. എന്നിട്ട് പോലും എനിക്കിതിനെ സിറ്റ് ഡൗൺ അല്ലെങ്കിൽ എന്തു പറയാ, ഗോ, ഇതൊന്നും പറയണ്ട. വാടാ, വരും. പോടാ, കൂട്ടിക്കയറും. ഇതിൽ കൂടുതൽ ഒരു ഡോഗിൽ നിന്ന് എന്തിനാണ് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കാനുള്ളത്? അതെല്ലാം ഞാൻ പറഞ്ഞില്ല സാർ. നമ്മളെങ്ങനെയാണോ, ഞാനിപ്പോൾ ടെൻഷനിലാണ് വരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ഡോഗ് എൻ്റെ അടുത്ത് വരില്ല. ഞാൻ ഇത്തിരി ദേഷ്യക്കാരനൊക്കെയാണ്. ഞാൻ ആ ദേഷ്യത്തോടെ വെളിയിലെ ടെൻഷനോടെയൊക്കെ വരികയാണെങ്കിൽ ഡോഗ് എൻ്റെ അടുത്ത് വരില്ല. ഞാൻ ചിരിച്ച മൈൻഡോടെ വരികയാണെങ്കിൽ, സന്തോഷത്തോടെ വരികയാണെങ്കിൽ ഓടി വരും. അപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് 2 തടവലൊക്കെ തടവി, അങ്ങനെയുള്ള ഒരു, അതായത് നമുക്ക് നോർമലി പെറ്റാണിത്. കാണുമ്പോൾ അല്ല, ഇത്ര എൻ്റെ ഹെഡ് സൈസൊക്കെ കണ്ടില്ല ഇത്. പിന്നെ ഇത് അധികം സലൈവ പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവർക്ക് കൺഫ്യൂഷൻ ആകുമ്പോഴേ ഏതൊരു ഡോഗും സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അതവരെ വർഗ്ഗഗുണവും. ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രത്യേകതകൾ.